അർജുൻ ആ പഴയ കിണറിനടുത്തേക്ക് നീങ്ങി. പത്മനാഭൻ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അർജുൻ്റെ ഉള്ളിൽ ആരോ ആജ്ഞാപിക്കുന്നത് പോലെ അവന് തോന്നി. കിണറിലെ ഇരുട്ടിലേക്ക് നോക്കിയ അർജുൻ കണ്ടത് വെള്ളമല്ല, മറിച്ച് തിളച്ചുമറിയുന്ന കറുത്ത ദ്രാവകമാണ്. അതിനുള്ളിൽ നിന്ന് സരസ്വതിയുടെ വിരലുകൾ വീണ്ടും പുറത്തേക്ക് നീണ്ടു. അവൾ അവനൊരു പഴയ താളിയോല ഗ്രന്ഥം നൽകി. ഇത് നിന്റെ അവസാനത്തെ ആയുധമാണ്. ഒരു അശരീരി പോലെ അവളുടെ ശബ്ദം അർജുൻ്റെ കാതുകളിൽ മുഴങ്ങി. അർജുൻ ആ ഗ്രന്ഥം കയ്യിലെടുത്തു. അതിൽ ഗന്ധർവന്റെ യഥാർത്ഥ പേരും അവന് തളയ്ക്കാനുള്ള വിദ്യയും ഉണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യ പൂർത്തിയാക്കണമെങ്കിൽ ഗന്ധർവന്റെ രക്തം തന്നെ വേണം. പത്മനാഭ, ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. അർജുൻ ഗ്രന്ഥം നീട്ടി. പത്മനാഭൻ അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിളറി. ഇത് അസാധ്യമാണ്. അവന്റെ ശരീരത്തിൽ രക്തമില്ല, പകരം പാലമരത്തിന്റെ കറയാണ്. പിന്നെ എങ്ങനെ നമ്മൾ അവന്റെ രക്തമെടുക്കും? പെട്ടെന്ന് അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ഒരു ഉഗ്രസ്ഫോടനമുണ്ടായി. ഗന്ധർവൻ തന്റെ മുഴുവൻ ശക്തിയോടെ അമ്പലത്തിന്റെ പടിവാതിൽ തകർത്തു. കരിങ്കൽ തൂണുകൾ തകർന്നു വീണു. അമ്പലത്തിലെ മണികൾ തനിയെ മുഴങ്ങാൻ തുടങ്ങി. ഓടിക്കോ! പത്മനാഭൻ അലറി. അവർ അമ്പലത്തിന്റെ ഉൾഭാഗത്തുള്ള രഹസ്യ അറയിലേക്ക് ഓടിക്കയറി. അവിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഗന്ധർവന്റെ വിഗ്രഹമുണ്ടായിരുന്നു. വിഗ്രഹത്തിന് മുന്നിൽ അർജുൻ തളർന്നിരുന്നു. അവന്റെ കൈത്തണ്ടയിലെ മുറിവ് ഇപ്പോൾ കറുത്ത വള്ളികളായി മാറി അവന്റെ കഴുത്തിലേക്ക് പടരുന്നുണ്ടായിരുന്നു. ഗന്ധർവൻ അറയുടെ വാതിൽക്കലെത്തി. അവന്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. സരസ്വതി നിനക്ക് ഗ്രന്ഥം തന്നു അല്ലേ? പക്ഷേ അവൾ ഒന്നു പറയാൻ മറന്നു. ആ ഗ്രന്ഥം തുറക്കുന്നവൻ എൻ്റെ അടിമയാകും. ഗന്ധർവൻ അട്ടഹസിച്ചു. അർജുന്റെ ശരീരം തനിയെ വായുവിൽ ഉയർന്നു. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അവന് വിടൂ! പത്മനാഭൻ തൻ്റെ കത്തി ഗന്ധർവന് നേരെ എറിഞ്ഞു. പക്ഷേ ഗന്ധർവൻ അത് വായുവിൽ വെച്ച് തന്നെ ചില്ല് പോലെ തകർത്തു കളഞ്ഞു. പത്മനാഭനെ ഒരൊറ്റ തള്ളിന് അവൻ ഭിത്തിയിലേക്ക് എറിഞ്ഞു. അർജുൻ വായുവിൽ കിടന്ന് ആ താളിയോലയിലെ അവസാനത്തെ വരി വായിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഗന്ധർവന്റെ രക്തം അവനിൽ നിന്ന് കിട്ടില്ല, മറിച്ച് അവൻ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വേണം അതെടുക്കാൻ. അർജുൻ ഞെട്ടിപ്പോയി. സരസ്വതി, അവളായിരുന്നു ഗന്ധർവന്റെ പ്രണയിനി. അവളുടെ ആത്മാവ് ഇപ്പോഴും ആ കിണറിലുണ്ട്. അർജുൻ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് നിലവിളിച്ചു. സരസ്വതി, നീ നിന്റെ പ്രണയത്തിന് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി ബലിയാകണം. പെട്ടെന്ന് ആ രഹസ്യ അറയിലേക്ക് കിണറ്റിലെ കറുത്ത പുക ഇരച്ചു കയറി. സരസ്വതിയുടെ രൂപം ഗന്ധർവന്റെ മുന്നിൽ തെളിഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഗന്ധർവൻ ആദ്യമായി ഭയന്നു. സരസ്വതിയുടെ ശരീരത്തിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള രക്തം പുറത്തേക്കൊഴുകി. അത് അർജുന്റെ മുറിവിലേക്ക് പടർന്നു. അർജുൻ ആ ഗ്രന്ഥത്തിലെ മന്ത്രം ഉറക്കെ ചൊല്ലി. ഗന്ധർവന്റെ ശരീരം മരമായി മാറാൻ തുടങ്ങി. അവന്റെ കാലുകൾ വേരുകളായി നിലത്തെ കാഴ്ന്നിറങ്ങി. കൈകൾ കൊമ്പുകളായി വിരിഞ്ഞു. അവൻ ഒരു ഭീമാകാരമായ പാലമരമായി ആ അറയ്ക്കുള്ളിൽ തന്നെ ഉറച്ചുപോയി. പക്ഷേ സരസ്വതിയുടെ രൂപം പതുക്കെ മാഞ്ഞു പോകുമ്പോൾ അവൾ അർജുന്റെ കാതിൽ പറഞ്ഞു: അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. നീ ഇപ്പോൾ അവന്റെ കാവൽക്കാരനാണ്. നീ ഈ കാട് വിട്ടു പോകരുത്. പത്മനാഭൻ എഴുന്നേറ്റ് അർജുന്റെ അടുത്തെത്തി. അർജുന്റെ കൈത്തണ്ടയിലെ മുറിവ് മാറിയിരുന്നു. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ ഒരു പാലമരത്തിന്റെ ഇലയുടെ അടയാളം തെളിഞ്ഞിരിക്കുന്നു. നമ്മൾ അവനെ തടഞ്ഞു. പത്മനാഭൻ ശ്വാസം വിട്ടു. എന്നാൽ പുറത്ത് കാട് വീണ്ടും ഇരമ്പാൻ തുടങ്ങി. അർജുൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാട്ടിലെ ഓരോ മരവും ഇപ്പോൾ ഗന്ധർവന്റെ മുഖം പോലെ അവനെ നോക്കി ചിരിക്കുന്നതായി അവന് തോന്നി.